ദൈവത്തിന് മഹത്വം. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ശത്രുവിനോട് ഏതെല്ലാം നിലകളിൽ നാം യുദ്ധം ചെയ്യണം എന്നുള്ളതായ കാര്യങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിന്റെ വചനത്തിൽ വചനമാകുന്ന വാള് കയ്യിലേന്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ, അതേപോലെ സ്തുതി എന്ന ആയുധത്തോടെ എല്ലാം അവനെ നേരിടേണ്ട വിഷയങ്ങളെ കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. അടുത്ത ഒരു ആയുധമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സാക്ഷ്യം മുഖാന്തരമായിട്ട് ശത്രുവിനെ തറപറ്റിക്കുവാനാണ് ദൈവം നമ്മോട് പറയുന്നത്. അഥവാ മുഴു ലോകത്തെയും സുവിശേഷത്തിലൂടെ നേടുവാൻ യേശു കൽപ്പന ചെയ്ത പദ്ധതി എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ സാക്ഷ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറയുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്നാണ് കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ, അഥവാ സാക്ഷികൾ ആകും എന്ന് കർത്താവ് പറഞ്ഞു. അഥവാ നമ്മുടെ മുഴുവൻ ജീവിതവും യേശുവിനും അവിടുത്തെ സുവിശേഷത്തിനും ഒരു സാക്ഷ്യമായി രൂപാന്തരപ്പെടും എന്നാണ് ഇതിന്റെ അർത്ഥം. എങ്ങനെയാണ് മുഴു ലോകത്തിൽ ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരുവൻ ഒരാളോട് സാക്ഷി പറയുമ്പോൾ അവനത് മറ്റു പലരോട് പറയുന്നു. അങ്ങനെ ആ മുഴു ലോകത്തിലും സുവിശേഷം സ്പ്രെഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള പദ്ധതിയാണ് ദൈവം നമ്മളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. ഒരു കുളത്തിൽ ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഓളം ആ കുളം മുഴുവനുമായിട്ട് അത് റൗണ്ട് ചെയ്ത് നീങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ സാക്ഷ്യം അത് പറയുമ്പോൾ അത് വീണ്ടും മറ്റുള്ളവരോട് പറയുന്നു. അങ്ങനെ ആ സാക്ഷ്യം ഭൂലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ചേരുന്ന പദ്ധതിയാണ് കർത്താവ് വിഭാവന ചെയ്തത്. അഥവാ യെരൂശലേമിൽ നിന്ന് ആരംഭിച്ച് ഭൂമിയുടെ അറ്റത്തോളം എത്തുന്ന ആ പദ്ധതി. ഇതേ ആയുധം സാത്താന്റെ സാമ്രാജ്യത്തെ പൂർണ്ണമായി തകർക്കും ഈ സാക്ഷ്യമെന്ന ആയുധം. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7 മുതൽ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അതിന് എങ്ങനെയാണെന്നാണ് അവിടെ പറയുന്നത്. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അപ്പോൾ സ്വർഗം മുതൽ ഭൂമി വരെ അവന്റെ യുദ്ധതന്ത്രങ്ങളുമായിട്ട് അവനിങ്ങനെ നടക്കുമ്പോൾ അവനെ എങ്ങനെയാണ് ആ ദൈവത്തിന്റെ ജനം ജയിച്ചത്? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി അവരുടെ സാക്ഷി വചനം ഹേതുമായിട്ടും ജയിച്ചു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ സാക്ഷ്യം എന്ന ശക്തമായ ആയുധം എടുത്ത് നാം ഉപയോഗിക്കുമ്പോൾ അവനെ നിലംപരിശാക്കി കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവൻ തന്ത്രശാലിയാണ്. പലപ്പോഴും അവിശ്വാസവും മറ്റും കൊണ്ടുവന്ന് ആ ജനത്തെ വല്ലാതെ അവൻ പീഡിപ്പിക്കുവാനായിട്ട് നോക്കും. സംശയ വിചാരങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. ഒരു ചെറിയ രോഗവുമായിട്ട് ഒരു ഡോക്ടറിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 100,000 സ്കാനിങ്ങിന് എഴുതി തരും, ഒരു 100,000 ബ്ലഡ് പരിശോധനയ്ക്ക് എഴുതി തരും, കണ്ണ് നോക്കാൻ പറയും, അതേപോലെ കാല് നോക്കാൻ പറയും. കൂടാതെ
പല സ്കാനിങ്, അതെടുത്തോണ്ട് പോവാ, ഇതെടുത്തോണ്ട് പോവാ, കിഡ്നി പോയി, അല്ലെങ്കിൽ കിഡ്നിയുടെ സ്കാനിങ് എടുക്ക്, ഇങ്ങനെ പലതും പറഞ്ഞ് മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തുന്നതായ അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കുന്നതിലൊന്നും ചിലപ്പോൾ ഒന്നും കാണത്തില്ല, എങ്കിലും ഇട്ട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ വട്ടക്കൊട്ടെ വെള്ളം കോരിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ ചിലരെ അങ്ങനെ ഇട്ട് കറക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു, യേശുവിന്റെ രക്തം എന്നെ സൗഖ്യമാക്കി എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും അവരുടെ സാക്ഷ്യവചനം ഹേതുവായും അവർ ശത്രുവിനെ ജയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പലവിധമാകുന്ന തന്ത്രത്തിലൂടെ അവൻ ജനത്തെ പരാജയപ്പെടുത്തുന്ന ഈ നാളുകളില് പ്രിയമുള്ളവരെ, യേശുവിന്റെ രക്തത്തിലും അതെ നമ്മുടെ സാക്ഷ്യ വചനത്തിലും കൂടി പിശാചിനെ പരിപൂർണമായി നിലംപരിശാക്കിക്കൊണ്ട് മുൻപോട്ട് ഒരു യുദ്ധവീരനെ പോലെ മുൻപോട്ട് കുതിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിയിടണേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നൽവരം നൽകിയിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി